വളർച്ചയോടെ ഒരു ഫോട്ടോ നൽകിയാൽ അതിനെ ഏത് രൂപത്തിലേക്കും മാറ്റിയെടുക്കാൻ ഇപ്പോൾ അധികം സമയമൊന്നും വേണ്ട. ഇങ്ങനെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചില ട്രെൻഡുകൾ എത്തുകയും നമ്മളെല്ലാം അതിനു പിന്നാലെ പോകാറുമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ജെമിനിയുടെ ബനാന AI സാരി ട്രെൻഡാണ്. ട്രെൻഡ് എത്തിയപ്പോഴേക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിൻറ്റേജ് സുന്ദരിമാരുടെ തിക്കും തിരക്കുമാണ്. സുന്ദരിമാർ മാത്രമല്ല, സുന്ദരന്മാരും ട്രെൻഡിനൊപ്പമുണ്ട്. ജെമിനി ആപ്പ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു ഫോട്ടോയും പ്രോംപ്റ്റും നൽകിയാൽ വിൻറ്റേജ് ലുക്ക്, പരമ്പരാഗത ബ്രൈഡൽ ലുക്ക്, ബോളിവുഡ് സ്റ്റൈൽ, അങ്ങനെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നിർമ്മിച്ചു തരും. എന്നാൽ ഫോട്ടോസൊക്കെ കണ്ടും പോസ്റ്റ് ചെയ്തും സന്തോഷിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി പോലീസും സൈബർ വിദഗ്ധരും എത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ അവരുടെ സ്വകാര്യത, ഐഡന്റിറ്റി എന്നിവ സംരക്ഷിക്കുന്നതിനും ഡിജിറ്റൽ എക്സ്പോഷർ തടയുന്നതിനും വ്യക്തിഗത ഫോട്ടോകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ഉപഭോക്താക്കൾ അവരുടെ ബയോമെട്രിക് ഡേറ്റ നൽകുന്നതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ബനാന ട്രെൻഡിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും ചിത്രവും പ്രോംപ്റ്റും നൽകിയപ്പോൾ തിരികെ ലഭിച്ച ചിത്രം കണ്ട് ഞെട്ടിയെന്നും ചൂണ്ടിക്കാട്ടി സലക് ഭവാനി എന്ന യുവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയും ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. താൻ നൽകിയ ചിത്രത്തിൽ മറുകുണ്ടായിരുന്നില്ലെന്നും തന്റെ ശരീരത്തിലുള്ള മറുക് ജെമിനി എങ്ങനെ അറിഞ്ഞെന്നുമുള്ള യുവതിയുടെ ചോദ്യം വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു പിന്നാലെ വലിയ പ്രതികരണങ്ങളാണ് ഇതിന് ലഭിക്കുന്നത്. പലർക്കും ഇതേ അനുഭവം ഉണ്ടായെന്ന തരത്തിലുള്ള കമന്റുകളും വീഡിയോയ്ക്ക് അടിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഒരു ഗൂഗിൾ പ്രൊഡക്റ്റായ ജെമിനി നമ്മൾ നൽകുന്ന ഫോട്ടോയ്ക്കൊപ്പം മുൻപ് നമ്മൾ നൽകിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും അനലൈസ് ചെയ്തായിരിക്കും ചിത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നതെന്നാണ് ചിലർ പറയുന്നത്. ഇന്റർനെറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ AI ടൂളുകൾ വിശകലനം ചെയ്യുമെന്നും അത് AI ചിത്രങ്ങൾ സൃഷ്ടിക്കാനായി ഉപയോഗിക്കുമെന്നുള്ള അഭിപ്രായങ്ങളും ഇതിനോടൊപ്പം വരുന്നുണ്ട്. നമ്മുടെ അനുവാദമില്ലാതെ ചിത്രങ്ങൾ എങ്ങനെ അവർ അനലൈസ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ചിത്രങ്ങൾ നൽകുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും.